ആദ്യ പകുതി കഴിഞ്ഞു. നമ്മൾ നേരം രണ്ടു വിധത്തിലാണ്. ഒന്ന് നല്ല നേരം, പിന്നെ ചീത്ത നേരം. ചീത്ത നേരത്തിന് ശേഷം നല്ല നേരം വരും. ഇപ്പൊ കണ്ട ഇൻട്രോ ഇല്ലേ, അതിൽ ഞാനിങ്ങനെ സ്റ്റേഡിയത്തിലിരുന്ന് സംസാരിക്കുന്ന ആ ഒരു പാർട്ടുണ്ടല്ലോ, അത് ഗോവ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിന്റെ ഫസ്റ്റ് ലെഗ് മാച്ച് ഗോവയിൽ കളി കാണാൻ പോയ സമയത്ത് എടുത്തു വെച്ച ഇറങ്ങാതെ പോയ ഒരു വ്ളോഗിന്റെ ചെറിയൊരു ഗ്ലിംസ് ആണ്. എന്തോ ആ ഒരു മത്സരം കഴിഞ്ഞ ശേഷം ആ ഒരു വ്ളോഗ് എഡിറ്റ് ചെയ്ത് ഇറക്കാൻ എനിക്ക് തോന്നിയില്ല. നമ്മുടെ ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രൈം ടൈം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ ഒരു സമയത്തുള്ള ഒരു ഡിഫീറ്റ് ആയിരുന്നു ആ ഒരു മത്സരം. മത്സരത്തിന്റെ തുടക്കം തൊട്ട് അവസാനം വരെയും ആ സ്റ്റേഡിയത്തിൽ ഒരു ആരാധക യുദ്ധം തന്നെയായിരുന്നു. പക്ഷേ അറ്റ് ദ എൻഡ് വി വാസ് സോ സാഡ്. ഒരു ഗോളിനാണ് ഗോവ അന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത്. ആ മത്സരശേഷം ഗോവയിലെ എൻറ്റയർ ആരാധകർ ആ സ്റ്റേഡിയത്തിൽ നിന്ന് നമ്മളിങ്ങനെ മോക്ക് ചെയ്യുന്നു. അവരുടെ ഇടയിലൂടെ തലകുനിച്ച് നടന്നു വരുന്ന ആ ഒരു സീനൊക്കെ ഇപ്പോഴും നല്ല രീതിയിൽ ഓർമ്മയുണ്ട്. പക്ഷെ അപ്പോഴും മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. കൊച്ചി ഉറപ്പായും ഇതിന് മറുപടി കൊടുക്കുക. യെസ്, കൊച്ചി അതിന് മറുപടി കൊടുക്കുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. നമസ്കാരം, ഏവർക്കും ഡോണിസ് ക്ലാഷ് എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇരു ടീമുകളും തുടർ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടാണ് വരുന്നത്. ഒരു പ്ലെയറിന് പരിക്ക് പറ്റിയപ്പോ എന്താ, ബാക്കിയും പ്ലെയേഴ്സ് ഇല്ലേ, അവരും മികച്ചതല്ലേ എന്ന് പറയുന്നവരുടെ മുന്നിലേക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു പ്രധാന ഉദാഹരണമാണ് FC ഗോവ. അധികമൊന്നുമില്ല, 2 പ്ലെയേഴ്സിനാണ് ആ ടീമിൽ ഇഞ്ചുറി പറ്റിയത്, വിക്ടർ റോഡ്രിഗസ് ആൻഡ് സന്ദേശ് ജിങ്കൻ. പരാജയം എന്താണെന്ന് പോലും അറിയാത്ത FC ഗോവ ജിങ്കൻ എന്ന് പറയുന്ന ഏക പ്ലെയറിന്റെ അഭാവത്തിലാണ് കഴിഞ്ഞ 2 ഹോം മത്സരങ്ങളിലും തോറ്റത്. ഒരു ചെറിയ മാറ്റം പോലും എൻറ്റയർ ടീമിനെ ബാധിക്കുമെന്നുള്ളതിന്റെ ഉദാഹരണം തന്നെയായിരുന്നു ആ 2 പരാജയങ്ങൾ. അങ്ങനെ നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥയാണ് വിറ്റ്. 1ഉം 2ഉം ഒന്നുമല്ല, ഈ സീസണിൽ മാത്രം ഇഞ്ചുറി പറ്റിയ പ്ലേയേഴ്സിനെ എടുത്തുകൊണ്ട് നമുക്ക് വേറൊരു ടീം നോക്കാം. വളരെ അൺബാലൻസ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പുറത്തു നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് താരങ്ങളുണ്ട്. യെസ്, ദേ ആർ പ്ലേയിങ് ഇൻഡിവിജ്വലി. പക്ഷേ ഒരു ടീമായി ഇഴുകിച്ചേർന്നിട്ടല്ല അവരിപ്പോൾ കളിക്കുന്നത്. ഇവിടെ കുറ്റപ്പെടുത്തിയിട്ടോ നിസ്സഹായതയെ പഴിച്ചിട്ടോ ഒന്നും ഒരു കാര്യം എന്ന് വെച്ച് ഈ സീസൺ നമ്മുടെ കയ്യിൽ നിന്ന് പോയടാ എന്ന് പറയാനും പറ്റില്ല. അടുത്തതായി ഇനി എന്ത് ചെയ്യാനാകും എന്ന് മാത്രമാണ് നമുക്കിപ്പോൾ ചിന്തിക്കാനുള്ളത്. കാരണം ഇനി വരാനിരിക്കുന്ന എതിരാളികളും അത്രമേൽ ശക്തരാണ്. കഴിഞ്ഞ മത്സരത്തിലെ ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിനേറ്റ ഷോൾഡർ ഇഞ്ചുറി കാരണം അദ്ദേഹത്തിന് ഈ സീസണിന്റെ ബാക്കി ഭാഗം നഷ്ടമാകും. അതുപോലെ തന്നെ ലെസ്കോവിച്ചിനേറ്റ പരിക്ക് എത്രത്തോളം സാരമാണെന്ന് അറിയാൻ സാധിക്കില്ല. എന്തായാലും അടുത്ത മത്സരത്തിൽ അദ്ദേഹം കളിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇഞ്ചുറി അപ്ഡേറ്റുകൾ മാത്രം നമുക്ക് ഒരുപാട് സെക്ഷൻ ഉണ്ട്. പക്ഷേ ഇതിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിമിത്രിയോസ് അടുത്ത മത്സരത്തിൽ കളിക്കും എന്നുള്ളൊരു പോസിറ്റീവ് കാര്യം മാത്രമാണ് പറയാനുള്ളത്. ഇനി 2 തുടർ പരാജയങ്ങളുമായിട്ട് വരുന്ന FC ഗോവ ബലഹീനരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. കമ്പയറിംഗ് വിത്ത് ബ്ലാസ്റ്റേഴ്സ്, ദേ ആർ വെരി സ്ട്രോങ്. എതിരാളി അത്രമേൽ ശക്തരാണ് എന്നുള്ള തിരിച്ചറിവിൽ അവരെ നേരിടുന്നത് തന്നെയായിരിക്കും നമുക്ക് ബുദ്ധി. അതായത് ഏർലി ഗോൾ നേടി നമ്മൾ ഡിഫെൻഡ് ചെയ്ത് കളിക്കുന്ന ആ ഒരു ശോകം സ്ട്രാറ്റജിക്ക് പകരം കിട്ടുന്ന ഒരവസരം മുതലാക്കി ഗോൾ കണ്ടെത്തിയാൽ മതി. ലാസ്റ്റ് മത്സരത്തിൽ ഗോവയെ നേരിട്ട നോർത്ത് ഈസ്റ്റിന്റെ സ്ട്രാറ്റജിയും അത് തന്നെയായിരുന്നു. ഗോവയെ അഴിഞ്ഞാടാൻ വിട്ടിട്ട് തങ്ങൾ ബലഹീനരാണെന്ന് വിശ്വസിപ്പിച്ചിട്ട് അപ്രതീക്ഷിതമായിട്ട് തിരിച്ചടിക്കുക. ഗോവയുടെ ഡിഫൻസ് ലൈനിൽ ജിങ്കൻ ഇല്ല എന്ന് പറയുന്ന ഒരു പഴുതൊഴിച്ചു കഴിഞ്ഞാൽ സ്റ്റിൽ ഒഡയോനാൻഡിയ, സെറിട്ടൻ ഫെർണാണ്ടസ്, ജയ് ഗുപ്തയൊക്കെ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ അവിടെ നിൽപ്പുണ്ട്. ബ്ലാസ്റ്റേഴ്സിനിടയിലാകട്ടെ ഈ ഒരു പ്ലെയറിനെ ആദ്യം ഇറക്കണം അല്ലെങ്കിൽ ഇത്ര വേഗം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നൊന്നും ഇനി പറയാൻ പറ്റുന്നില്ല. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു എൻറ്റയർ ടീമിന്റെ ഒരു സിനർജി പലപ്പോഴായിട്ട് നമുക്ക് നഷ്ടമായി കഴിഞ്ഞു. സോ ഓരോ പ്ലെയറിന്റെയും ഇൻഡിവിജ്വൽ സ്ട്രെങ്ത് കണ്ടതുകൊണ്ട് മാത്രം ഈ പ്ലെയറിനെ ആദ്യം ഇറക്കണം, ഇത്ര മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ ഒബ്വിയസ്ലി കോച്ച് ഒരു ബ്ലൈൻഡ് അപ്രോച്ചിന് പകരം ഒരു സ്ട്രാറ്റജിക്കൽ അപ്രോച്ചുമായിട്ട് വരും എന്ന് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി കൂടുതൽ പ്രതീക്ഷകളും പ്രഡിക്ഷനുകളും ഒന്നും പറയാനില്ല. പക്ഷേ ഈ ഒരു ഹോം മത്സരത്തിൽ നമുക്കിപ്പോഴും വിശ്വാസമുണ്ട്. എവിടെയോ ഇരുട്ടിൽ കിടന്നൊരു ടീമിനെ സ്വപ്നങ്ങൾക്കതീതമായി പറത്തിയ ഒരു മനുഷ്യനിൽ ഞങ്ങൾക്കിപ്പോഴും വിശ്വാസമുണ്ട്. മുൻപെപ്പോഴും ഒരു ദുരിതഘട്ടത്തിൽ നമ്മൾ വിശ്വസിച്ചിരുന്ന ഒരു വാചകമുണ്ട്. അതിങ്ങനായിരുന്നു, ബിലീവ് ഇൻ ഇവാനിസം.